നമുക്കറിയാവുന്ന പോലെ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസമാണ് ഒരു വിദ്വേഷ പരാമർശം നടത്തിയത്. അതിനുള്ള മറുപടി ഇന്ന് ചന്ദ്രികയുടെ മുഖപ്രസംഗത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കാന്തപുരം സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തുണ്ട്. വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ സമുദായാംഗങ്ങൾ വിശ്രമ ജീവിതത്തിന് അയക്കണം. പെറ്റുകൂട്ടാൻ ആഹ്വാനം ചെയ്യുന്ന വെള്ളാപ്പള്ളിക്ക് സമുദായ സ്ത്രീകൾ തന്നെ മറുപടി നൽകണമെന്നും റഹ്മത്തുള്ള സഖാഫി പറയുകയാണ്. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരണത്തിനില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ പരാമർശം കേൾക്കുന്നവർ മനസ്സിൽ പ്രതികരിക്കുന്നുണ്ടെന്നും PMA സലാം പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ പരാമർശം കണ്ടിരുന്നില്ലേ? ഒരു പ്രതികരണം അതിന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല, ഒന്നും പറയുന്നില്ല. കേൾക്കുന്നവര് തന്നെ അതിന് പ്രതികരണം മനസ്സിലാക്കും. ഞങ്ങളൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് പ്രതികരിക്കില്ല എന്നുള്ളതാണോ? ഇപ്പൊ ഇന്ന് ചന്ദ്രിക മുഖപത്രത്തിൽ ഇപ്പൊ നല്ല വിമർശനം ആൾക്കെതിരെയുണ്ട്. ചന്ദ്രിക പറഞ്ഞില്ല, അത് പ്രതികരിച്ചിട്ട് ഞങ്ങൾ പ്രതികരിച്ചാൽ നിർത്തിക്കൊണ്ടോട്ടെ, അന്നത്തോടു കൂടി അവസാനിപ്പിക്കാം. മറിച്ച് അവസാനിച്ചല്ലോ. മൂപ്പര് 2 പിടിക്ക് അധികം കഴിച്ചാൽ മൂപ്പർക്ക് സുഖമാവും, കുഴപ്പമില്ല. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ വിവരങ്ങളുമായിട്ട്. പ്രസാദ്, വെള്ളാപ്പള്ളിയുടെ പരാമർശം അങ്ങേറ്റത്തെ വർഗീയതയായിരുന്നു. ഇപ്പോൾ ഈ ചന്ദ്രികയിൽ പറഞ്ഞതിനപ്പുറം കൂടുതൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ വലിച്ചിഴയ്ക്കാനോ ലീഗ് താല്പര്യപ്പെടുന്നില്ല എന്നാണോ PMA സലാമിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്? സേതുലക്ഷ്മി, കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി ഈ പ്രശ്നത്തെ വലിച്ചു നീട്ടാനില്ല എന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ചന്ദ്രിക മുഖപത്രത്തിൽ അത് സംബന്ധിച്ചുള്ള പ്രതികരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇനി കൂടുതൽ പ്രതികരണത്തിനില്ല. അതോടൊപ്പം തന്നെ പരിഹാസ രൂപേണ 2 ഗുളിക അധികം കഴിച്ചാൽ അദ്ദേഹത്തിന്റെ മൂപ്പരുടെ സുഖക്കേട് മാറും, മൂപ്പർക്ക് സുഖമാകും എന്നുള്ള രീതിയിലുള്ളൊരു പരിഹാസ പരാമർശവും കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. എന്തായാലും അതൊരു വലിയ പരസ്യ പ്രതികരണങ്ങൾ നടത്തി കൂടുതൽ രീതിയിലേക്ക് ആ പ്രശ്നത്തെ വലിച്ചു നീട്ടാൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന്, പ്രാഥമിക പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളിലോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴോ കൂടുതൽ പ്രതികരിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം ഇന്ന് കോഴിക്കോട് ഉച്ചയ്ക്ക് ശേഷം ഒരു പൊതുപരിപാടിയുണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ ശ്രമിക്കും. അതോടൊപ്പം വലിയ തോതിലുള്ള വിമർശനങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിന്റെ സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരവും അദ്ദേഹവും ഈ പരാമർശത്തിനെ അതിരൂക്ഷമായി തന്നെയാണ് വിമർശിക്കുന്നത്. ഒന്ന്, വെള്ളാപ്പള്ളിയെ സമുദായ അംഗങ്ങൾ വിശ്രമ ജീവിതത്തിന് അയക്കുകയാണ് വേണ്ടത്, ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത്. അതുപോലെ ഇത്തരത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വന്തം സമുദായത്തിലെ അംഗങ്ങൾ തന്നെ വെള്ളാപ്പള്ളിയെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്ത്രീകളോട് പെറ്റുകൂട്ടാൻ പറയുന്ന വെള്ളാപ്പള്ളിയോട് അവരുടെ സമുദായ അംഗത്തിൽപ്പെട്ട സ്ത്രീകൾ തന്നെ അതിന് മറുപടി നൽകണമെന്നെല്ലാം അദ്ദേഹം പറയുന്നു. എന്തായാലും വെള്ളാപ്പള്ളിയുടെ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. ശരി പ്രസാദ്, ഓക്കെ. ഇപ്പോൾ ഈ നമ്മൾക്ക് അറിയാവുന്ന പോലെ ജാതിയും മതവും ഒന്നും പറയരുത് എന്ന് പറഞ്ഞയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. മാത്രമല്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന് പ്രഖ്യാപിച്ചയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ആ യോഗത്തിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹമാണ് ഇങ്ങനെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള കൊടിയ വർഗീയത പറയുന്നത്. ആദ്യത്തെ സംഭവമല്ല, ഇതിനു മുൻപും ഇങ്ങനെ തന്നെയൊക്കെ വലിയ പ്രതികരണങ്ങളൊക്കെ നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി. മുസ്ലിം സമുദായം എന്താണെങ്കിലും ലീഗ് എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ കടുത്ത പ്രതികരണങ്ങൾക്കൊന്നും മുതിരുന്നില്ല. മുഖപത്രത്തിലൂടെ കൂടെ തന്നെ ആ വാക്കുകളിലൂടെ തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാനാണ് അവരുടെ ഒരു തീരുമാനം.